എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മനു ആൻഡ് മീയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുക്കറിലാണ് തയ്യാർ ചെയ്തെടുക്കുന്നത്. എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ അളവുള്ള ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. 4-5 തവണ നല്ല രീതിയിലൊന്ന് ചലിച്ചെടുക്കണേ. അപ്പോൾ മാവൊക്കെ ഇവിടെ നല്ല രീതിയിൽ ചലിച്ചെടുത്തിട്ട് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിനകത്തോട്ട് 2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ നന്നായി ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചേക്കണേ. പിന്നെ വേണ്ടത് 3 കോഴിമുട്ടയാണ്. അപ്പോൾ മുട്ട ഇതുപോലെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. അതാണ് പതപ്പിച്ചെടുക്കുക. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഒന്നുകൂടെ നന്നായി ഒന്ന് പതപ്പിച്ചെടുത്തേക്കണേ. അപ്പോൾ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം. കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. വാനില കൂടെ ചേർത്തതിന് ശേഷം ഇനി വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചത് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചേക്കണേ. അപ്പോൾ നല്ല പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് മൈദമാവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ കുറച്ചായിട്ട് ചേർത്ത് നല്ല കട്ടിയിലൊരു ബാറ്റർ തയ്യാർ ചെയ്തെടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് കട്ടി കൂടിയെന്ന് കാണുമ്പോൾ സ്വല്പം കൂടെ പാല് ചേർത്തിട്ട് നമുക്കിത് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ രൂപത്തിൽ തയ്യാർ ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല കേട്ടോ. ഏകദേശം ഈ ഒരു ലെവൽ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. ആ പൊടി കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി തോന്നും. അപ്പോൾ സ്വല്പം കൂടെ പാല് ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ സ്വല്പം പാല് കൂടെ ചേർത്ത് നന്നായി ഈ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തോട്ട് സ്വല്പം എണ്ണ തൊട്ട് വരട്ടുക. പിന്നെ വേണ്ടത് ബട്ടർ പേപ്പറാണ്. അതില്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റിനകത്തോട്ട് സ്വല്പം എണ്ണ തടവിയിട്ട് ഏകദേശം ഈ ഒരു ലെവലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒന്നും നോക്കാനില്ല, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനവിടെ ദോശക്കല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഒഴിച്ച ശേഷം കുക്കറിനെ അതിന് മുകളിലായിട്ട് വയ്ക്കുക. കുക്കറിനകത്തുള്ള ആ ഒരു റബ്ബർ മാറ്റണം. അതുപോലെ തന്നെ വെയിറ്റ് ഇടാനും പാടില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ കേക്കൊക്കെ നല്ല സ്മൂത്തായിട്ട് തയ്യാറായിട്ട് കിട്ടും. അപ്പോൾ ഇതാ പറഞ്ഞില്ലേ, നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ല സ്മൂത്തായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ആറിയ ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം.
പിന്നെ തയ്യാറാക്കി വെക്കേണ്ടത് പഞ്ചസാര സിറപ്പാണ്. ഇത് കട്ട് ചെയ്ത ശേഷം ഇതിന് മുകളിലായിട്ട് സ്വല്പം പഞ്ചസാര സിറപ്പ് ചേർക്കണം. എന്നിട്ട് വേണം ഈ ഫ്രഷ് ക്രീം ഇതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം വീണ്ടും ലെയർ വയ്ക്കുന്നു, പഞ്ചസാര സിറപ്പ് ഒഴിക്കുന്നു. സാധാരണ നമ്മൾ കേക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ തയ്യാർ ചെയ്തെടുക്കുക. ക്രീമൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക. നമ്മളിൽ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല, സ്പൂണ് കൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് തയ്യാർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിന് മുകളിലായിട്ട് നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അലങ്കരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് സാധന സാമഗ്രികളൊന്നുമില്ല, വളരെ കുറവാണ്. എന്നാലും ആ ഒരു ചേരുവ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിലൊരു കേക്ക് ഇവിടെ തയ്യാർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഓവനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കണമല്ലോ. കുക്കർ, ദോശക്കല്ല്, അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കേക്ക് തയ്യാറാക്കി എടുക്കണ പോലെ തന്നെയാണ് ബ്രെഡും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. റവ കൊണ്ടും കേക്ക് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വൈകാണ്ട് ആ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി അവസാനമായിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചെറി കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.